ഇന്ന് ഞങ്ങൾ ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ, വെൽക്കം ടു മേരു ആൻഡ് കുട്ടീസ് ചാനൽ. മേരു ആൻഡ് കുട്ടീസ് കിച്ചൺ. ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ചക്കപ്പുഴുക്ക് 4 മണിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇത് കുത്തിക്കാച്ചി വളർത്തുമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന ആ സ്റ്റൈലിൽ ഒരു പുഴുക്കാക്കി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ടു, വെള്ളം ഒഴിച്ചു. അതിനൊരു ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെക്കുന്നതാണ്. വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴത്തേക്കും അതിന് അരച്ച് ചേർക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു മുറിയോളം ചിരണ്ടിയതുണ്ട്, കുറച്ച് ചുമന്നുള്ളിയുണ്ട്, 3-4 പച്ചമുളകുണ്ട്, 5-6 പോള വെളുത്തുള്ളിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അരച്ച് ചേർക്കാറ്. അരച്ച് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. എന്നിട്ട് വേണം അരച്ചിടാനായിട്ട്. അധികം വേവില്ലല്ലോ, വേഗം വേവും. ഓക്കെ, ചക്ക അത് അടുപ്പത്തിരിക്കുന്നു, വെന്തിട്ടില്ല, വരുന്നതേ ഉള്ളൂ. വെന്തിട്ട് വേണം അരച്ച് ചേർക്കുന്നത്. ഈ വീഡിയോയിൽ എത്ര പേരുടെ സ്ഥലത്താണ് മഴയുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ മിക്സ് ചെയ്യാണ്. ആവി വന്നിട്ടുണ്ട്. ചക്ക തിളച്ച് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് അടച്ചു വെക്കാം. ചക്ക ഏകദേശം വേവായിട്ടുണ്ട്. നമ്മളപ്പോൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഒതുക്കിയത് മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തു. അത് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരപ്പ് ഉള്ള തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി മിക്സിയിൽ ഒതുക്കി ഇട്ട് ലേശം വെള്ളവും തളിച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടി ആവി വന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അതിലേക്ക് ലേശം കറിവേപ്പില കൂടി ഞാൻ ഇടുന്നുണ്ട്. ഈ പുഴുക്ക് ഇറച്ചിയോ മീനോ എന്തിൻ്റെയെങ്കിലുമൊക്കെ കൂടെ ഇറച്ചിക്കറിയോ മീൻകറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലഞ്ച് വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാം, കറി കൂട്ടി കഴിക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചക്കറി. വെള്ളം വറ്റാം.
കട്ടിയിൽ പറ്റുന്ന പോലെ പറ്റുന്നില്ല. ഇവിടെ ഞങ്ങളുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത് ഇളക്കിയിട്ടിട്ട് അടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ആകായി കഴിയുമ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. നല്ല ടേസ്റ്റുള്ളതാണ്. കൂടെ ബീഫും ചിക്കനും വേണം അല്ല എടുത്തു. ചിക്കനും ബീഫും ഒക്കെ കൂട്ടി കഴിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് മാങ്ങാച്ചമ്മന്തി കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇനി ഒരു വീഡിയോയിലായിട്ടും കാണാം. മേരി ആൻഡ് കുട്ടി സൈനിങ് ഔട്ട്. പെൺകുട്ടി സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.